സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമെന്ന മത്സ്യത്തൊഴിലാളികൾ അടിത്തട്ടിലുള്ള മീനുകളെയാണ് യന്ത്രവത്കൃത ബോട്ടുകൾ ഉപയോഗിച്ച് പിടികൂടുന്നത്. അവ പ്രജനനം നടത്തുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയങ്ങളിലായതിനാൽ നിരോധനം വേണ്ടത് ആ സമയത്താണെന്നും ഇവർ പറയുന്നു. വിവരങ്ങളുമായി ദിലീപ് ദേവസി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്? അത് അശാസ്ത്രീയമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ മത്സ്യത്തൊഴിലാളികൾ പറയാനുള്ള കാരണം ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ് ഈ യന്ത്രവൽകൃത ബോട്ടുകൾ പിടിക്കുന്ന മീനുകളെ ഈ പ്രജനനം നടത്തുന്ന സമയം ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെയുള്ളതാണ്. അതായത് യന്ത്രവൽകൃത ബോട്ടുകൾ മീൻ പിടിക്കുന്ന അടിത്തട്ടിലുള്ള മീനുകളെയാണ് പിടിക്കുന്നത്. ആ മീനുകളാണ് ഈ സമയത്ത് പ്രജനനം നടത്തുന്നത്. ഈ വള്ളങ്ങൾ പിടിക്കുന്നത് ഉപരിതലത്തിൽ പിടിക്കുന്ന മത്തി പോലുള്ള മീനുകൾ. ഈ മത്തിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 36 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നിരോധനം കൊണ്ടുവന്നതെന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് പല തവണ ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കം നിരവധി തവണ സർക്കാരിലേക്ക് നിവേദനങ്ങൾ നൽകുകയടക്കം ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ സംഘടനയും അതുപോലെ തന്നെ ബോട്ട് അസോസിയേഷന്റെ സംഘടനകളടക്കം ഈ സർക്കാരിനെ കണ്ടിരുന്നു. 4000-ലധികം ബോട്ടുകളാണ്, യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനവുമായി ഈ സമയത്ത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കാണ് ഇപ്പോൾ ബോട്ടുകൾ കയറ്റിയിട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സമയത്തെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ തോതിലുള്ള കഷ്ടത അനുഭവിക്കുകയാണ്. കടലിലെ മീനുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള മീനുകളുണ്ട്. ഇവർ മീൻ പിടിക്കാൻ എത്തുന്ന സമയത്ത് ഈ മീനുകൾ പ്രജനനം നടത്തുന്ന സമയമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് മത്സ്യത്തൊഴിലാളികളോടും കൂടി ഒന്ന് ആലോചിച്ച ശേഷം അവരുടെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ നിയമങ്ങൾ എടുക്കാവൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ്, ഈ സമയത്ത് മഴ ശക്തമാകുന്നതും കടൽ ആഞ്ഞടിക്കുന്നതുമെല്ലാം ഒരു കാരണമായിക്കൊണ്ട് തന്നെ സർക്കാർ ആ തരത്തിലുള്ള ഒരു നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ മീനുകളെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള സമയങ്ങളിലായിരിക്കണം ഈ യന്ത്രവൽകൃത ബോട്ടുകളിലെ നിരോധനങ്ങൾ ഏർപ്പെടുത്തേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇത് അടിത്തട്ടിലുള്ള മീനുകളെ പിടിക്കുന്നതാണ് ഈ യന്ത്രവൽകൃത ബോട്ടുകൾ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു നിയന്ത്രണം വരണം, അതിലൊരു മാറ്റം വരണമെന്ന് ഇവർ ആവശ്യം ഉന്നയിക്കുന്നത്. ഡോക്ടർ ദിലീപ് ദേവസ്യ, മത്സ്യത്തൊഴിലാളികളാണ് അശാസ്ത്രീയമാണ് ട്രോളിംഗ് നിരോധനം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അത് കൂടുതൽ ശാസ്ത്രീയമായി മാറ്റണമെന്ന് കൂടി അവർ പറയുന്നു.